بالعالمين القائل في كتابه إنه لا يحب المسرفين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനർഘമായ അമൂല്യമായ ഒരു നിമിഷമാണ് വിവാഹത്തിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അതിന് വലിയ ഗൗരവതരമായ പ്രയോഗങ്ങളിലൂടെയാണ് ആ വിവാഹ കരാറിനെ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിശക്തമായ കരാറെടുക്കുന്ന, ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവാഹം എന്ന് പറയുന്നത്. സർവശക്തനായ റബ്ബുണ്ട് എന്നും ആ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി, അവൻ്റെ കൃത്യമായ അത്ഭുതകരമായ ഒരു സംഭവ വികാസമായി അവൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാരുണ്യമായൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടതാണ് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. എന്താണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ആരെയും എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. റബ്ബ് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് എന്നാണ്. ശാന്തി ഉണ്ടാകണം, സമാധാനമുണ്ടാകണം കുടുംബ ജീവിതത്തിൽ. അതിനാണ് വിവാഹം. അത് പ്രായമേറെ ചെന്നാലും നിലനിൽക്കണം. അതുകൊണ്ട് മവദ്ദത്ത് എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നിലനിൽക്കുന്നതാണ് പലപ്പോഴും. അത് കാമവും അനുരാഗവും പ്രേമവും ഒക്കെയാണ്. അതെല്ലാം നശിച്ച് പ്രായത്തിൻ്റെ എല്ലാ അവശതകളും പേറുന്ന കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് സൗന്ദര്യത്തെയോ ശാരീരികമായ ഭംഗിയോ ആസ്വദിച്ചല്ല, അത് റഹ്മത്താണ്. ആ നിലക്കും മവദ്ദത്തും റഹ്മത്തും അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച സൂക്തത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം ലളിതമാക്കുവാൻ സാധിക്കുന്നുവോ അത്രയും മനോഹരമായിരിക്കും വിവാഹം. ആളുകൾ എന്ന് വിചാരിച്ചത് വലിയ ആർഭാടത്തോടെ നടത്തിയാലാണ് ഞാൻ കേമനായി അറിയപ്പെടുക എന്നാണ്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരു സ്ത്രീയുടെ ബറക്കത്ത് എന്ന് പറയുന്നത് അഅ്ളമുൻ നിസാഇ ബറക, സ്ത്രീകളിൽ ഏറ്റവും ബറക്കത്തുള്ള പെൺകുട്ടി ഏതാണ്? ഐസറുഹുന്ന സദാഖ, ലളിതമായ നിലയ്ക്ക് മഹർ കൊടുത്ത് വിവാഹം കഴിക്കാവുന്ന നിലക്കുള്ള പെൺകുട്ടികളാണ് ഏറ്റവും ബറക്കത്തുള്ള പെൺകുട്ടികൾ എന്നാണ്. അതേപോലെ തന്നെ നാം ഇന്ന് പലപ്പോഴും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ചെലവുകൾക്കപ്പുറം ആളുകൾ പിറകെ ഓടിയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. സാധാരണഗതിയിൽ മനുഷ്യരുടെ വീടുകളിൽ നിന്ന് വിവാഹപ്രായമെത്തിക്കൊണ്ട് ആണും പെണ്ണും നിൽക്കുകയാണ് പലയിടത്തും. എന്താണ് പ്രശ്നം? വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല. ചെലവുകളുടെ കൂമ്പാരം. ഇവിടെയാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് ഇന്നത്തെ വിവാഹ ദിവസം നടക്കുന്ന കാര്യങ്ങളെന്ന് ഇവിടെ നിന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല. സോഷ്യൽ മീഡിയകളിലൂടെ തിമർത്താടുന്ന അത്തരത്തിലുള്ള വാർത്തകൾക്ക് ഇവിടെ നിന്ന് വിശദീകരണം പറയേണ്ടുന്ന ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇസ്ലാം മറക്കുകയാണ്, അള്ളാഹുവിനെ മറക്കുകയാണ്, തഖ്വ കൈവിടുകയാണ്. അങ്ങനെ ആർഭാടത്തിന്റെയും പൊങ്ങച്ചങ്ങളുടെയും പേരിൽ എൻ്റെ വീട്ടിലെ വിവാഹം ഞാനല്ല തീരുമാനിക്കുന്നത്, ഒരാളുടെ വീട്ടിലെ വിവാഹം അയാളല്ല ഇന്ന് തീരുമാനിക്കുന്നത് ഈവന്റ് മാനേജ്മെന്റുകളാണ്, വെഡിങ് മാനേജ്മെന്റുകളാണ്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പെണ്ണുകാണൽ ചടങ്ങ് മുതൽ വിവാഹത്തിന്റെ ശേഷമുള്ള ഹണിമൂൺ ട്രിപ്പുകൾ വരെ
തീരുമാനിക്കുന്നത് ഈ മാനേജ്മെന്റുകളാണ്. നോക്കുകുത്തികളായി കുടുംബത്തിന്റെ രക്ഷിതാക്കൾ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആർക്ക് വേണ്ടിയാണ് സഹോദര? ആരെ പേടിച്ചിട്ടാണ് ഈ പൊങ്ങച്ചം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പൊങ്ങച്ചക്കാരെയും ആർഭാടക്കാരെയും അതിരി കവിഞ്ഞ് ചെലവാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനും എളുപ്പമാണ്. ഓരോരുത്തരുടെയും വീടുകളിൽ വിവാഹം വരുമ്പോൾ ആയത്തുകൾ മറക്കുന്നു, ഹദീസുകൾ മറക്കുന്നു. അപ്പുറത്തുള്ളവന്റെ വീട്ടിലെ വിവാഹത്തെ വിമർശിക്കുവാൻ എളുപ്പമാണ്. അവരവർക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുവാനുള്ളത്. പ്രശ്നങ്ങൾ പറയലല്ല ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രശ്നങ്ങൾ എമ്പാടും നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ് ഈ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് തൊട്ട് മിഠായി കൊടുക്കാൻ വരുന്ന വരവ് തുടങ്ങി, അതേപോലെ തന്നെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും വിവാഹത്തിന്റെ മുമ്പേയുള്ള ഫോട്ടോഷൂട്ടുകളും അതുപോലെയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, ഏതൊക്കെയാണ് നടക്കുന്നത് വിശദീകരിക്കേണ്ടതില്ല. ഇപ്പോൾ അവസാനം വിവാഹത്തിന്റെ സദസ്സുകളിൽ വെച്ച് ബാപ്പയും ഉമ്മയും, ചെക്കന്റെയോ പെണ്ണിന്റെയോ ബാപ്പയും ഉമ്മയും വരെ പരസ്യമായി ഡാൻസ് കളിക്കുന്ന വിധത്തിലുള്ള പൊങ്ങച്ച പ്രകടനങ്ങളിലേക്കും പൈശാചികമായ പ്രവർത്തനങ്ങളിലേക്കും വരെ തരം താണു. എനിക്ക് പറയാനുള്ളത്, പരിഹാരം കാണാൻ സാധിക്കില്ലേ മുസ്ലിമേ? നമുക്ക് പരിഹാരമാണ് ഇവിടെ വേണ്ടത്. എല്ലാവർക്കും അറിയാം, നമ്മൾ ധാരാളം സംസാരിക്കുന്നുണ്ട് എ മുതൽ സെഡ് വരെ എന്തൊക്കെയാണ് വിവാഹവേദികളിൽ നടക്കുന്നത് എന്ന്. പരിഹാരം ഒന്നേയുള്ളൂ, റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് കുടുംബനാഥന് ബോധം വേണം. ആളുകൾ എന്നോട് എന്ത് വിലയിരുത്തുന്നു എന്നല്ല, ആളുകൾ എന്തിനു വേണ്ടി എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്നു എന്നുള്ളതല്ല. ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ കാര്യമാണ്. പല വിവാഹവേദികളിലും ക്ഷണിച്ചത് ഒരു മാന്യനായ വ്യക്തിയാണല്ലോ എന്നതോർത്തുകൊണ്ട് പെട്ടുപോകുന്ന അനുഭവങ്ങളുണ്ട്. എന്തിനാണ് നിങ്ങൾ അത്തരത്തിലുള്ള വിവാഹങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നത്? എന്തിനാണ്? പല വിവാഹവേദികളിലും വിട്ടുപോരാൻ എങ്ങനെയെന്ന് ആലോചിച്ച് സാധ്യമാകാതെ കണ്ണുനീരോടുകൂടെ മടങ്ങുന്ന എത്രയോ അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്. ഒരു വിവാഹത്തിന്റെ ബറക്കത്ത് പറയുന്ന ഒരു സഹോദരങ്ങളെ, അവിടെ കൂടിയ വിശ്വാസികളുടെ ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വധൂവരന്മാർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ബാറക്കല്ലാഹു ലക്, നിനക്കല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന്, അതുപോലെ തന്നെ വബാറക അലൈക്കുമാ, ഇരുവർക്കും ബറക്കത്ത് ചൊരിയട്ടെ എന്ന് പറയുവാൻ സാധ്യമാകാത്ത നിലക്ക് പൈശാചികമായ രൂപത്തിലുള്ള പ്രകടനങ്ങളും ആ രൂപത്തിലുള്ള കൂത്താട്ടങ്ങളും നടക്കുന്ന വേദികളിൽ അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാനാവാതെ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ കണ്ണുനീരോടുകൂടി വിഷമത്തോടുകൂടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും സമയം ചെലവഴിച്ച് ഇറങ്ങിപ്പോരേണ്ടി വരുന്നു. ഈ ദുരന്തത്തിന് മുസ്ലിം സമൂഹമേ നമ്മൾ കാരണക്കാരായി നിന്ന് കൊടുക്കരുത്. അതെ, എന്ത് വേണം? വിവാഹത്തിന്റെ മുമ്പ് തന്നെ ആൺവീട്ടുകാരും പെൺവീട്ടുകാരും മുശാവറ നടത്തണം. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. എൻ്റെ മോന്റെ വിവാഹമാണ്, എൻ്റെ മകളുടെ വിവാഹമാണ്. നിങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. നമ്മുടെ വിവാഹത്തിന്റെ പെണ്ണ് കാണൽ അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിവാഹം തീരുമാനിച്ചു കഴിയുന്നത് ഓരോ മേഖലകളിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ലിസ്റ്റ് തയ്യാറാക്കണം. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് വെട്ടിക്കളയണം. അയൽക്കാർക്ക് ഇഷ്ടമാണ്, മകനിഷ്ടമാണ്, മകൾക്കിഷ്ടമാണ്, കൂട്ടുകാരികൾക്ക് ഇഷ്ടമാണ്, കൂട്ടുകാർക്ക് ഇഷ്ടമാണ്, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. വെട്ടിക്കളയണം. അങ്ങനത്തെ വിവാഹത്തിൽ മതി നമ്മൾ ആ നിലക്ക് ഗൗരവത്തോടുകൂടെ പ്രിയമുള്ളവരെ ഈ വിഷയത്തിൽ ചിന്തിക്കണം. അതല്ലെങ്കിൽ പൈശാചികമായ കൂത്തരങ്ങുകളായി ഏറ്റവും മനോഹരമായ അള്ളാഹുവിന് നന്ദി പറയേണ്ടുന്ന ആ ഒരു ദിവസം ഇന്ന് അവസാനിച്ചു പോകുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യാണ്? പരസ്പരം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല. ഓരോരുത്തരും പരിഹാരം കാണുക, അത് മാത്രമേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. ഹദീസുകളും ആയത്തുകളും നിരവധിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ എത്രയെത്ര വിവാഹങ്ങൾ മുടങ്ങുന്നു, ബറക്കത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. വിവാഹ ജീവിതം ചിലപ്പോൾ മുന്നോട്ടൊക്കെ പോകുന്നുണ്ടാകും, വളരെ 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 വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് നീറുന്ന വേദികളായിക്കൊണ്ട് മാറുന്നുണ്ടാകും. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരോട്. ഞാൻ ഈ പറഞ്ഞ പരിഹാരമേയുള്ളൂ, ഞാൻ ഈ പറഞ്ഞ ഒറ്റ പരിഹാരമേയുള്ളൂ. പടച്ചറമ്പുരാനെ ഓർത്തുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നകും മുലാഖൂഹ്,
നിങ്ങൾ അവനെ കണ്ടുമുട്ടാനാണ് മരണശേഷം പോകുന്നതെന്ന് ആ ബോധം നിലനിർത്തിക്കൊണ്ട് കുടുംബങ്ങൾ മുശാവറ നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പരിഹാരത്തിലൂടെ എത്തിച്ചേർന്ന് വിവാഹം ഏറ്റവും ശോഭനമായ റബ്ബിന് തൃപ്തികരമായ രൂപത്തിലാക്കി തീർക്കുവാൻ ശ്രമിക്കുക. അപാകതകൾ വരാതെ നോക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധമായ പേരിൽ തന്നെയും പവിത്രമാക്കപ്പെട്ടത് എന്ന അർത്ഥമുള്ള മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഈ വരുന്ന തിങ്കൾ, ചൊവ്വ മുഹറം 9, താസുഅ ചൊവ്വ മുഹറം 10, ആശൂറ 2 ദിവസവും നോമ്പെടുക്കുക. വല്ല പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉള്ളവർ 10-നെങ്കിലും നോമ്പെടുക്കുക. സാധ്യമാകുന്നവർ 9-നും നോമ്പെടുക്കുക. വലിയ പുണ്യമുള്ളതാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചതും അനുഷ്ഠിക്കാൻ കൽപ്പിച്ചതും മറ്റേത് അനുഷ്ഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണ് എന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കി യുകഫിറു സനതല്ലതി ഖബലഹ, മുമ്പ് കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങൾക്ക് പരിഹാരമാണ് ഒരൊറ്റ നാളിലെ നോമ്പെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ മുഹറം 9-നും 10-നും നോമ്പെടുക്കുവാൻ എല്ലാവരും മനസ്സിൽ കരുതുക. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا وأجر والدينا من النار. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.